ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയും ഹൈറിച്ചിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ വളരെ നമ്മളൊന്നും വിചാരിക്കാത്ത തരത്തിലുള്ള കാര്യങ്ങളാണ് ഹൈറിച്ചിൻ്റെ തട്ടിപ്പിനെ കുറിച്ച് അധികാരികൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മളൊക്കെ ഇത് നിക്ഷേപ തട്ടിപ്പാണെന്ന് പറഞ്ഞിട്ട് നമ്മളൊക്കെ നിരന്തരം വീഡിയോ ഇടുന്ന സമയത്ത് പൊടുന്നനെ GST വകുപ്പാണ് ഇവരെ അറസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ GST വീണ്ടും വന്നിരിക്കുകയാണ്. വളരെ സന്തോഷം തോന്നി GST വകുപ്പിൻ്റെ ഇത്തരം നീക്കങ്ങൾ കണ്ടിട്ട്. അപ്പോൾ നമുക്കറിയാം, 1-ാം തീയതിയായിരുന്നു, ഡിസംബർ 1-നായിരുന്നു ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിച്ചു വരുത്തുകയും ചോദ്യം ചെയ്യലിൻ്റെ അടിസ്ഥാനത്തിൽ പുലർച്ചെ ഇദ്ദേഹത്തെ അറസ്റ്റും ചെയ്യുന്നത്. അപ്പോൾ 7 ദിവസമായിരുന്നു 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത്. 7 ദിവസം കഴിഞ്ഞപ്പോൾ ഇവരെ ഡിസ്ട്രിക്ട് സെഷൻ കോർട്ട്, എറണാകുളത്തുള്ള ഡിസ്ട്രിക്ട് സെഷൻ കോർട്ട് ഇദ്ദേഹത്തെ ജാമ്യത്തിൽ വിടുകയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ജാമ്യത്തിൽ വിട്ടതിന് ശേഷം നമ്മളൊക്കെ കണ്ടതാണ്, പല ആളുകളും വെടിപൊട്ടിച്ചതും, നമ്മുടെ അവരുടെ ജാമ്യാപേക്ഷ ഉയർത്തിക്കാട്ടിക്കിട്ട് കോടതി ഇതൊക്കെ വിധിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ പറ്റിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ എന്നാൽ അതിനുശേഷം ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത് GST അടയ്ക്കേണ്ടതില്ല, അതുകൊണ്ട് നമ്മൾ കോടതി വെറുതെ വിട്ടു എന്നുള്ള രീതിയിലാണ്. പക്ഷേങ്കിൽ ആ ഉത്തരവ് വായിച്ചാൽ മനസ്സിലാവും, ഇവർ ഈ ഫേം എന്തെങ്കിലും GST അടക്കാനുണ്ടെങ്കിൽ അതിനുള്ള നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് അത് നേടിയെടുക്കുക എന്നുള്ള കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അല്ലാതെ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തുകൊണ്ട് നടപടിക്രമങ്ങൾ പൂർണ്ണമായി പാലിച്ചുകൊണ്ടായിരിക്കണം അറസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ആ ഒരു വിധിന്യായം ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്നും ഇവർ അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല എന്നും, ഇത് കേരളം കണ്ട ഏറ്റവും വലിയ GST കൊള്ളയാണ് ഈ കമ്പനി നടത്തിയെന്നും കാണിച്ച് കേരള സർക്കാരിൻ്റെ GST വകുപ്പ് കോലാട്ട് ദാസൻ മകൻ പ്രതാപനെതിരെ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ 28-ാം തീയതിയാണ്, ഫെബ്രുവരി 28-ാം തീയതിയാണ് ഈ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. 4-ാം തീയതി ഇതിൻ്റെ വാദം നടക്കും. ആദ്യത്തെ വാദം നടക്കുന്നത് 4-ാം തീയതിയാണ്, തിങ്കളാഴ്ചയാണ്. അപ്പോൾ എന്തായാലും പ്രതാപൻ്റെ ജാമ്യം റദ്ദ് ചെയ്യപ്പെടുകയും അറസ്റ്റിലാവുന്നതും നമുക്ക് കാണാം. 4-ാം തീയതിയോ അല്ലെങ്കിൽ 5-ാം തീയതിയോ. 5-ാം തീയതിത്തെ കാര്യങ്ങൾ നമ്മൾ മറ്റൊരു വീഡിയോയിൽ പറയാം. അപ്പോൾ എന്തായാലും GST വകുപ്പിൻ്റെ ഈ നീക്കത്തിൽ ഞെട്ടിയിരിക്കുകയാണ് ഹൈറിച്ച് ചെറ്റകൾ. ബൈ.